ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവനു വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ച് നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് മനസ്സമ്പത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളുടെ പോളിനെയും സ്മേരയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായി ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മറിയോസേപ്പേ, ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ മനസ്സമ്മതം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
കുറച്ച് കൂടിപ്പോയി തന്നെ അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പോൾ, സ്മേര, പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാർ, ഏറെ സന്തോഷത്തോടെ നമ്മളെല്ലാവരും കർത്താവിൻ്റെ അൽത്താരയുടെ മുന്നിൽ ഒരുമിച്ച് കൂടുകയാണ്. കുറേ പേര് കൂടിയൊക്കെ ഉണ്ടാകേണ്ട ഒരു ചടങ്ങാണ് നമുക്കറിയാം. പക്ഷെ കാലഘട്ടത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടുന്നു. പോളും സ്മേരയും അവരുടെ ജീവിതത്തിൻ്റെ വളരെ നിർണായകമായ ഒരു സമ്മതം മൂളലിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് വിവാഹമെന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ട് കടന്നു വരാനുള്ള അവരുടെ സന്നദ്ധത പ്രഖ്യാപിക്കുന്ന നിമിഷം അത് ഏറ്റവും പവിത്രമായിരിക്കട്ടെ, ഏറ്റവും വിശുദ്ധമായിരിക്കട്ടെ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവസന്നിധിയിൽ നമ്മളൊരിക്കലും നമുക്കൊരു കണ്ണുകെട്ടിക്കളി നടക്കില്ല. ഇവിടെ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന വാക്കുകൾ, സമ്മതത്തിൻ്റെ വാക്കുകൾ, അത് വിവാഹമെന്ന കൂദാശയിലേക്ക് വളരാൻ, അതോടൊപ്പം ആ കൂദാശ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് ഏറ്റെടുക്കാൻ, മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ജീവിതമായി തീരാനുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞങ്ങളെല്ലാവരോടും ഒരുമിച്ച് കൂടുന്നത്. ഇനിയുള്ള നാളുകൾ വിവാഹത്തിലേക്ക് വളരെ ചുരുക്കം ദിവസങ്ങളേ ഉള്ളൂ. എന്നിരുന്നാലും ആ ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ഒരുക്കത്തിൻ്റെ, ഈ ജീവിതത്തിലേക്ക് വേണ്ട ദൈവാനുഭവത്തിൻ്റെ ഒക്കെ ദിവസങ്ങളായിട്ട് മാറട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇവരെ രണ്ടുപേരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ വെല്ലുവിളികളും നേരിട്ടുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും കർത്താവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിളി സ്വീകരിച്ച് വിവാഹത്താൽ ബന്ധിതനായ ഹൃദയൈക്യത്തിൽ ജീവിക്കുവാനുള്ള തങ്ങളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഈ വിവാഹാർത്ഥികളെ അങ്ങ് ആശീർവദിക്കണമേ. മാതൃകാപരമായ കുടുംബജീവിതത്തിന് ഇവരെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവരും ഭാഗ്യവാന്മാരാകുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പനയെ വിട്ടു നടക്കുവാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനങ്ങളെ എന്റെ അധരങ്ങൾ പ്രഘോഷിക്കും. സമ്പൽ സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഈ പ്രിയ മക്കളെ അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ.
വിവാഹ ജീവിതത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോട് നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ വേർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ വചനം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കോരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്നോ കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനവരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവസമ്പത്ത് ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കുവാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം. നാഥൻ വിളിക്കുന്നു നമ്മെ, ഇരുളകറ്റിയിടും വെളിച്ചം, മുറിവുണക്കിയിടുന്ന തൈലം, സുവിശേഷമാകുന്ന ദാനം, ലോകത്തിനേകുവാൻ പോകാം. ആ ആ ആ
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 15, 9 മുതലുള്ള വാക്യങ്ങൾ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മുടെ ചടങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രിയപ്പെട്ട പോൾ സ്മേര, സ്വർഗീയ മണവാളനായ ക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭ അവിടത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ രണ്ടുപേരും വിവാഹത്തിൻ്റെ ഈ കൗദാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്ത ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി ഈ സമൂഹത്തിൻ്റെ മുൻപാകെ പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകുകയാണ്. ആയതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. പോൾ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സ്മേരയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? സ്മേര മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ പോളിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണല്ലോ. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാകാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിവാഹബന്ധത്തിന്റെ അഭേദ്യതയും കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങളും ശരിയായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് വിവാഹ ജീവിതത്തിന് ഒരുങ്ങുവാനും ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്നേഹത്തെ പ്രതി കുരിശു മരണം വരിച്ച ഈശോയെ പോലെ ഇവരും സ്നേഹത്തെ പ്രതി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നതിന് സന്നദ്ധതയുള്ളവരായി തീരുവാൻ ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഇവർ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശ നിർഭരമായ പ്രാർത്ഥനയിലൂടെ വിവാഹത്തിന് സ്വയം സജ്ജമാക്കുവാനും ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ അനന്തമായ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ഒരുങ്ങുന്ന ഇവരെ സ്നേഹത്തിൽ വളർത്തണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി വിരൽച്ചവരിഞ്ഞവരെ പരിപാലിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് വധൂവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചും അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനാനിരതരായി വിവാഹത്തിനൊരുങ്ങുവാൻ കാരുണ്യവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടെയും പ്രതീക്ഷയോടും കൂടെയും വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരികമായ സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും
ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന മറ്റെല്ലാവരെയും ദൈവം സമൃദ്ധമായി ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അന്നുകൊണ്ട് ആഹാരം ഞങ്ങൾ കയറാമേ, ഞങ്ങളോട് എന്നോട് ഞങ്ങൾ ക്ഷമിക്കുന്നവരെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങൾ രക്ഷണമേ. പരിസരമേ തമ്പുരാന്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്ത് തമ്പുരാനോട് പരിശോധന ആമീൻ. അതിലെപ്പോഴും നോക്കിയാമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്തിൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പരിപൂർണ്ണമാകണമേ. വേണ്ട ആഹാരം ഞങ്ങൾക്ക് ഞങ്ങൾ ക്ഷമിക്കണമേ, നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെടലാവുന്നു, അങ്ങയുടെ തിരുത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു.
നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Was a leader, never had a thing for fairy tales. I'm really a believer. Small voice in the choir. Guess I never dared to know myself. Can my heart be quiet? No. But then there was you. Yeah, then there was you. Pull me out of the crowd. You were telling the truth. Yeah. I got something to say now, 'cause you told me that there's no way I couldn't go, nothing I couldn't do. Hey, yeah. I want to get louder, I got to get louder. We're about to go up, baby, up we go. We're about to go up, baby, up we go. We're blowing out speakers, our heart a little clearer. We're about to go up, baby, up we go. We're about to go up, baby, up we go. For worse or for better, gonna give it to you in capital letters. You put a crack in your shadows, and you told me it's okay to be the light. Don't have to swim in the shallows. No, no. And I wanna get drunk with you, when we lie so still, but you're taking me places, holding me on to you. And we don't care who's watching us, baby. Then it was you. Then it was you. Yeah, then it was you. Pull me out of the crowd. You were telling the truth. Telling the truth. Yeah, yeah, yeah. I got something to say now, 'cause you told me that there's no way I couldn't go, nothing I couldn't do. No, 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 no. Yeah. I want to get louder, I got to get louder. We're about to go up, baby, up we go. We're about to go up, baby, up we go. We're blowing out speakers, our heart a little clearer. We're about to go up, baby, up we go. We're about to go up, baby, up we go. For worse or for better, gonna give it to you in capital letters. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെ പ്രതീക്ഷയോടെ കൂടി ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സായം സന്ധ്യയിലേക്ക് നമ്മളെല്ലാവരും വന്നെത്തിച്ചേർന്നിരിക്കുകയാണ്. ഇരു കുടുംബാംഗങ്ങളുടെയും ഏറ്റവും വലിയ പ്രതീക്ഷയും ഏറ്റവും വലിയ സ്വപ്നവുമായിട്ടുള്ള രണ്ട് വ്യക്തികളെ നമ്മളിന്ന് ചേർത്ത് വയ്ക്കുകയാണ്. പറമ്പി കുടുംബാംഗങ്ങളുടെയും പെരുന്തിട്ടയിൽ കുടുംബാംഗങ്ങളുടെയും ഏറ്റവും വലിയ സന്തോഷവും അനുഗ്രഹവുമായിട്ടുള്ള രണ്ട് വ്യക്തികൾ ഒന്നിക്കപ്പെടുകയാണ്. സ്മേര ജോസ് പറമ്പി ആൻഡ് മിസ്റ്റർ പോൾ ജോൺ പെരുന്തിട്ടയിൽ, രണ്ടുപേരുടെയും ഈ ഒരു ബെട്രോത്തൽ സെലിബ്രേഷൻ ഏറ്റവും വലിയ ആഘോഷമാക്കി തീർക്കുന്നതിനായി വന്നെത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും വലിയൊരു റിസൾട്ട് തന്നെ വന്നിരിക്കുകയാണ്. 2021 എന്ന നല്ലൊരു വർഷത്തിൽ ദൈവം നമ്മുടെ ഫാമിലിക്കായിട്ട് അനുഗ്രഹിച്ച ആ രണ്ടുപേരെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഈ സമയം നല്ലൊരു റോയൽ എൻട്രി നൽകിക്കൊണ്ട് തന്നെ സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
ഉന്നതമായിട്ടുള്ള രണ്ട് വ്യക്തികൾ, രണ്ട് ഫാമിലി മെമ്പേഴ്സ് ഇവിടേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. യെസ്, ഇന്നത്തെ ഒരു ദിവസം നമ്മളിവിടെ എത്തിച്ചേരുന്നതിന് ഏറ്റവും വലിയ കാരണക്കാരായിട്ടുള്ള വ്യക്തികൾ. ഇറ്റ് ഈസ് they are first time together and very very lovely. Let's welcome Smera and Paul onto your dais with a huge round of applause, everybody. വെൽ, കുറച്ച് സമയമായിട്ട് അക്ഷമരായിട്ട് തന്നെ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. സ്മേരയും പോളും ഇവിടേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു നിമിഷത്തിനായി ഫൈനലി രണ്ടു പേരും ഇവിടേക്ക് എത്തിച്ചേർന്നു. എനിവേ, സ്മേര, ഹൗ ആർ യു? യെസ്, ആൻഡ് പോൾ, വെൽക്കം ടു അവർ ഫാമിലി ആൻഡ് ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. നമ്മൾ ഒത്തിരി ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ് ആൻഡ് ലുക്കിംഗ് വെരി ഗോർജിയസ് ടുഡേ ആൻഡ് ടുഗദർ യു ആർ ജസ്റ്റ് അമേസിംഗ്. എവരിബഡി നല്ലൊരു കയ്യടി കൊടുക്കുകയാണ് ഫോർ അവർ ബ്യൂട്ടിഫുൾ സ്റ്റാർസ് ഓഫ് സെലിബ്രേഷൻ. ഓൾറൈറ്റ്, സ്മേര ആൻഡ് പോൾ, പറമ്പി കുടുംബാംഗങ്ങളുടെയും പെരുന്തട്ടയിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഏറ്റവും വലിയ സന്തോഷം. രണ്ടുപേരെയും ഈ സമയം പരിചയപ്പെടുത്താൻ കൂടെ ആഗ്രഹിക്കുകയാണ്. ഇരുവരും നമ്മുടെ ഫാമിലിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരാണ്, വളരെ അടുത്തറിയുന്നവരാണ്. എങ്കിൽ പോലും ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ആൻഡ് ഓണർ I would like to introduce a very gorgeous lady, Miss Smera Jose Parambi, who hails from Parambi family, who is the granddaughter of Vaidya Kochi Pavlo and Kochi Thresia, and who is the daughter of late Jose P.K. and Mrs. Shanti Jose Parambi. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ, let us know more about our bride, who has done BTech in Civil Engineering from Federal Institute of Science and Technology, Ankamali, and currently pursuing Masters in Computer-Aided Structural Engineering at SCMS College of Engineering in Nalikata. And moving to our handsome groom, Mr. Paul John Perinthattayil, who hails from Perinthattayil family, who is the grandson of great entrepreneur Perinthattayil Papachan, and who is the son of Mr. John A.P. and Mrs. S.E. John Perinthattayil, who is a BTech graduate and who is an electrical engineer, who has done BTech in Electrical and Electronics Communication from Government Engineering College in Munnar, and presently who is working as BMS engineer working with Al Othaim Group in Saudi Arabia. So, രണ്ടുപേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ സെറ്റിൽഡ് ആണ്, രണ്ട് നല്ല ഫാമിലി എന്നുള്ള വ്യക്തികളാണ്. രണ്ടുപേരും ഒരു 100% മാച്ചിങ് ആണെന്ന് എഗ്രി ചെയ്യുന്നവർക്ക് മാത്രം നല്ലൊരു കയ്യടിയാവാം. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് സ്മേരയുടെയും പോളിൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെയാണ്. നാം ഓരോരുത്തരും ഇന്നത്തെ ഈ ഒരു നിമിഷം കാണുന്നതിനായി അതിയായി ആഗ്രഹിച്ചിരുന്നവരാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി ഇന്നത്തെ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്ന സ്നേഹനിധികളായിട്ടുള്ള പാരൻസ് ആണ് ഈ സമയം വേദിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. With all due respect and love, I would like to invite Mrs. Shanti Jose Parambi onto the stage with a huge round of applause. Mrs. Shanti Jose Parambi is here, who belongs to Tharatha family, Talur, and she's a very creative person. She's a lovely homemaker. And ഇനി വേദിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് പോളിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാരൻസ് ആണ്. നമുക്കറിയാം, നമ്മുടെ കുടുംബവുമായിട്ട് ഒന്ന് ചേർക്കപ്പെട്ടിരിക്കുന്ന കുടുംബാംഗങ്ങളാണ് പെരുന്തട്ടയിൽ ഫാമിലി മെമ്പേഴ്സ്. സോ പോളിൻ്റെ ഫാമിലിയെ ഒത്തിരി ആദരവോടു കൂടി തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Let me welcome Mr. John A.P. and Mrs. S.E. John Perinthattayil on this stage. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ വെൽക്കം ചെയ്യുന്നു. The blessed parents are here. Welcome on the dais.
ഉൾറൈറ്റ്, പാരൻസ് ആണ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. സ്മേരയുടെ ഫാദർ ലേറ്റ് മിസ്റ്റർ ജോസ് PK, അദ്ദേഹം പറമ്പി കുടുംബാംഗമാണ്. ഹു വാസ് വർക്ക്ഡ് ആസ് ഇൻസ്പെക്ടർ ഇൻ അപ്പോളോ ടയേഴ്സ്. And Mrs. Shanti Jose Parambi is here. We already mentioned that she is a homemaker. And Mr. John AP, അദ്ദേഹം വളരെ പ്രസിദ്ധമായിട്ടുള്ള കുടുംബാംഗമാണ്. ആഞ്ഞിലിക്കൽ പെരുന്തട്ടയിൽ ഫാമിലി മെമ്പറാണ് അദ്ദേഹം. ഹൂസ് എ ബിസിനസ് മാൻ ആൻഡ് ഹൂസ് കണ്ടിന്യൂയിങ് ഹെർ ഫാമിലി ബിസിനസ് മോർ ദാൻ 40 years ഇൻ തൃപ്പൂണിത്തുറ, അല്ലേ? ഏകദേശം 40 വർഷത്തോളമായിട്ട് അല്ലെങ്കിൽ അതിന് മേലെ വലിയൊരു ബിസിനസ് പാരമ്പര്യമുള്ള കുടുംബാംഗമാണ്. ആൻഡ് മിസ്സിസ് SC ജോൺ പെരുന്തട്ടയിൽ ഹൂസ് ബിലോങ്സ് ടു വാത്തിക്കുളം ഫാമിലി. ഇനി വേദിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് സ്മേരയുടെ ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്റർ ആൻഡ് ഫാമിലിയാണ്. സ്മേര, ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഗൈഡൻസും സപ്പോർട്ടും ഒക്കെ സിസ്റ്റർ അടുത്തുനിന്നാണോ? കുറച്ചൊക്കെ, അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷത്തോടെ വെൽക്കം ചെയ്യുകയാണ്. ലെറ്റ് മീ ഇൻവൈറ്റ് ശീതൽ ജോൺ ആൻഡ് ഫാമിലി ഓൺ ടു ദി സ്റ്റേജ്. ശീതൽ ജോൺ ആൻഡ് മിസ്റ്റർ ജോൺ ജോർജ്, ഒപ്പം തന്നെ ജോർജ് ജോൺ കിഴക്കൂടൻ. മേമാസ് ജോർജു ഈസ് ഹിയർ. യെസ്, ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി കൂടെ വേദിയിലേക്ക് ജോയിൻ ചെയ്തു. ജോർജു, ഹലോ. മേമാന്നാണ് വിളിക്കുക? മേമാന്നാണ് വിളിക്കുന്നത്? ഓക്കെ, അത് സ്മേര പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേമാസ് ജോർജു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത്രയധികം ഇഷ്ടപ്പെടുന്നു അല്ലേ ജോർജിന്? ഓൾ റൈറ്റ്, യെസ്. മിസ്സിസ് ശീതൽ ജോൺ കിഴക്കൂടൻ, ഹൂസ് എ BTech graduate from SCMS College and presently who's a homemaker. And Mr. John George Kirakudan, who's from Kirakudan family, who's a businessman, who's the owner of Heartland Convention Center. So you're really lucky. കാരണം നമുക്ക് ഇന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ തന്നെ സ്വന്തമായിട്ടുള്ള ഈ ഒരു എന്താ പറയുക, ഹൃദയത്തിൽ തന്നെ അല്ലേ, ഒരു ഹാർട്ട് ലാൻഡിൽ തന്നെ ഈ ഒരു ഫംഗ്ഷൻ നടത്താനായിട്ട് സാധിച്ചു. നമ്മൾ ഒത്തിരി ഹാപ്പിയാണതിൽ. ആൻഡ് അവർ ജോർജ് ജോൺ കിഴക്കൂടൻ, മേമാസ് ജോർജു, ഹു സ്റ്റഡിങ് അറ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അറ്റ് CMI പബ്ലിക് സ്കൂൾ. ആൻഡ് ഇനി വേദിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് പോളിൻ്റെ ഫാമിലിയിൽ 2 ബ്രദേഴ്സ് ആണുള്ളത്. യെസ്, so one is Mr. Sebin John Perinthail and another is Mr. Tom John Perinthail. So let me invite the sweet Panangalas onto the stage. Oh, hi. I think നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഫാൻസ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. സെബിനും ടോമിനും കൂടെ ഫാൻസ് ഉണ്ടോ? ഉണ്ട്. ഭയങ്കര സപ്പോർട്ടാണ്. കുറച്ച് എന്താണ് അതിൻ്റെ സീക്രട്ട്? സ്മൈലാണോ? അത് എങ്ങനെ ഭയങ്കര ആക്റ്റീവാണോ? എങ്ങനെയാ? ആക്റ്റീവാണ് മൊത്തത്തിൽ. ഓക്കെ, മിസ്റ്റർ സെബിൻ ജോൺ പെരുന്തട്ടയിൽ, who's a senior complaints engineer at Amphenol FCI at Vaitila, and who's a BTech mechanical graduate from Ilahia College of Engineering and Technology, Muvattupuzha. And Mr. Tom John Perinthail is here, who's pursuing BTech Mechanical Engineer at Mar Athanasius College, Kodamangalam. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ വലിയ ഫാമിലി എന്ന് പറയുന്നത്. പക്ഷേ ഒരാളെക്കുറിച്ച് നമുക്ക് പ്രത്യേകം പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. മിസ്റ്റർ ലേറ്റ് ജോസ് PK, സ്മേരയുടെ എല്ലാമായിട്ടുള്ള ഡാഡി. അദ്ദേഹം 2015 ഓഗസ്റ്റ് 14 മരണമടഞ്ഞത്. നമുക്കറിയാം, ഒരാളുടെ ഏറ്റവും വലിയ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കരുത്ത് എന്ന് പറയുന്നത് അത് ഫാമിലി തന്നെയാണ്. സോ സ്മേരയെ സംബന്ധിച്ചിടത്തോളം, ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്നേഹവും എന്ന് പറയുന്നത് അവരുടെ ഡാഡി തന്നെയായിരുന്നു. തീർച്ചയായും ഇന്നത്തെ ഒരു നിമിഷത്തിൽ നമ്മുടെ മൺമറഞ്ഞു പോയ പൂർവികർക്കൊപ്പം തന്നെ അദ്ദേഹത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളും തീർച്ചയായും ഇന്നത്തെ ഒരു നിമിഷത്തെ കൂടുതൽ അനുഗ്രഹദായകമാക്കും എന്ന വലിയൊരു പ്രത്യാശ കൂടെ പങ്കുവെച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ചടങ്ങുകളും ഇവിടെ ആരംഭിക്കാനായിട്ട് പോകുന്നത്. സോ വന്നത് ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും ഈ ഒരു ചെറിയ വലിയ കുടുംബത്തിൻ്റെ പേരിൽ ഒരിക്കൽ കൂടെ ഈ ഒരു ബെട്രോത്തൽ സെലിബ്രേഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദി സെറമണീസ്. ആദ്യമായി കാൻഡിൽ ലൈറ്റിംഗ് സെറമണിയാണ് ഇവിടെ നടത്തപ്പെടാനായിട്ട് പോകുന്നത്. വിശുദ്ധ ലിഖിതത്തിൽ നാം വായിക്കുന്നത് പോലെ, ശ്രവിച്ചിട്ടുള്ളത് പോലെ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. എന്നാൽ ഏറ്റവും സർവോത്കൃഷ്ടമായത് സ്നേഹം തന്നെയാണ്. തീർച്ചയായും നല്ലവനായ ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേർപിന് പോയിട്ടുള്ള ഓരോരുത്തരുടെയും പ്രത്യേക അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകട്ടെ എന്ന വലിയൊരു പ്രതീക്ഷയോട് കൂടി തന്നെ
ഈ സമയം ക്യാൻഡിൽ ലൈറ്റിംഗ് സെറമണിയിലേക്ക് പ്രവേശിക്കുകയാണ്. സോ സ്മേര ആൻഡ് പോൾ വിത്ത് ദെയർ ഫാമിലി യു ജസ്റ്റ് കം ഫോർവേഡ്. ഈ സമയം ക്യാൻഡിൽ ലൈറ്റിംഗ് ചെയ്യുന്നു. ഇറ്റ് ഓൾവേസ് പ്രൊട്ടക്ട്സ്, ഓൾവേസ് ഹോപ്സ്, ഓൾവേസ് പ്രിസർവ്സ്. ലവ് നെവർ ഫെയിൽസ്. സോ ഡു എവറിഥിങ് ഇൻ ലവ് ബിക്കോസ് ദ ഗോഡ് ഈസ് ലവ്. തുടർന്ന് രണ്ടുപേരും സെന്റർ ക്യാൻഡിൽ ഈ സമയം ലൈറ്റിംഗ് ചെയ്യുകയാണ്. May God bless them and spread light around them. തമ്പുരാന്റെ വെളിച്ചം പ്രകാശിക്കുകയാണ്. തുടർന്ന് സ്മേരയുടെ പാരന്റ്സ്, ഫാമിലി ഒരുമിച്ച് ചേർന്ന് ഈ സമയം തിരി തെളിയിക്കുന്നു. I invite Mr. John AP and Mrs. S.E. John Perindatail. ഒരുമിച്ച് ചേർന്ന് ഫാമിലി ഒരുമിച്ച് ചേർന്ന് ക്യാൻഡിൽ ലൈറ്റിംഗ് ചെയ്യുന്നു. സ്മേര എങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആണോ? ആണോ പോൾ? തിരക്കിടില്ല. ഫാമിലി ആണോ? സ്മേരയുടെ ഫാമിലി? അതെ, ഓക്കെ. പോളോ? സ്മേര ഭയങ്കര ആക്റ്റീവ് ആണ്. പോളുടെ ഫാമിലി ആണോ? അങ്ങനെയാണോ? ഭയങ്കര ആക്റ്റീവ് ആണോ? ബ്രദേഴ്സ്? ഓക്കെ, ഓൾറൈറ്റ്. എന്തായാലും നമ്മൾ യോജിപ്പിച്ചതല്ല അല്ലേ, ദൈവം യോജിപ്പിച്ച രണ്ട് വ്യക്തികളാണ്. കാരണം തിരുസഭയിൽ സർവശക്തനായിട്ടുള്ള ദൈവത്തെ സാക്ഷിയാക്കി വലിയൊരു പ്രോമിസ് നൽകിക്കൊണ്ടാണ് ഇന്ന് വലിയൊരു ജീവിതയാത്ര തന്നെ ആരംഭിക്കുവാനായിട്ട് രണ്ടുപേരും തയ്യാറായിട്ട് നിൽക്കുന്നത്. സോ നമുക്കറിയാം ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഹൈലൈറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, സെൻറ്റർ ഓഫ് ദി അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അത് സ്മേരയും പോളും തന്നെയാണ്. സോ ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഈ ഒരു കപ്പിൾസിന് വേണ്ടി അതിലേറെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബെട്രോത്തൽ കേക്ക് തന്നെയാണ് നമ്മളിന്നിവിടെ ഒരുക്കി നൽകിയിരിക്കുന്നത്. കാരണം ഏതൊരു സെലിബ്രേഷൻ ആയിക്കോട്ടെ, ഏതൊരു ആഘോഷം ആയിക്കൊള്ളട്ടെ, മധുരം പങ്കുവയ്ക്കാതെ അത് കംപ്ലീറ്റ് ആവുന്നില്ല. സോ ഇന്ന് നിങ്ങളുടെ ഒരു ബെട്രോത്തൽ സെലിബ്രേഷൻ്റെ ഒരു കംപ്ലീഷൻ, പൂർണ്ണത കൈവരണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കേക്ക് കട്ടിംഗ് അനിവാര്യമാണ്. സോ invite you, Paul and Smera with your family. You just come forward and slice into this beautiful betrothal cake together. As a custom, the hand of the groom is placed over the hand of the bride when cutting the cake. It symbolizes his support for her and her promise to take care of him and his loving family. And are you ready for this? Yes or no? All right, here we go. 3, 2, 1. Congratulations! Congratulations and celebrations when I tell everyone. Everybody please put your hands together. Wish you very all the best and every blessings on this beautiful occasion. തുടർന്ന് രണ്ടുപേരും ഷെയർ ചെയ്യുകയാണ്. കേക്ക് ബൈറ്റ്സ് രണ്ടുപേരും ഷെയർ ചെയ്യുന്നു. തുടർന്ന് രണ്ടുപേരും ഈ സമയം കേക്ക് ബൈറ്റ്സ് ഷെയർ ചെയ്യുകയാണ്. വിഷ് യു ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ഹാപ്പിനെസ്. റിക്വസ്റ്റ് ഉണ്ട്, വേറെ ഒന്നുമല്ല. നമ്മുടെ ഫാമിലിയിലേക്ക് മരുമകളായിട്ടല്ല മകളായിട്ടാണ് അല്ലേ തീർച്ചയായിട്ടും സ്മേര ജോയിൻ ചെയ്തത്. കാരണം നോക്കിയാൽ 3 ആൺമക്കളാണ്. സോ ആദ്യത്തെ മകളെയാണ് കിട്ടിയിരിക്കുന്നത്. സോ അമ്മയും മകളും തമ്മിലുള്ള സ്നേഹം ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് കാണാമോ? ഒരു ക്യൂട്ട് ഹഗ് എക്സ്പെക്ട് ചെയ്യുന്നു.
വേദിയിലേക്ക് ജോയിൻ ചെയ്യാമോ? സ്മേരയുടെ കസിൻസ് ഒന്ന് ജോയിൻ ചെയ്യാമോ? സ്മേരയുടെയും പോളിൻ്റെയും കസിൻസ്, നമ്മുടെ കസിൻസ് ഒന്ന് വേദിയിലേക്ക് എത്താമോ? നിങ്ങളുടെയൊക്കെ ഒരു ഗ്രേറ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇവന്റ് ഇന്നിവിടെ സക്സസ് ആവുള്ളൂ അല്ലേ? എനിവേ താങ്ക് യു, യു ആർ ദ ഫസ്റ്റ് മാൻ. കൊള്ളാലോ. പേരെന്താ? ക്ലിയോ. ക്ലിയോ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? ഓ, പേരൊന്ന് പറഞ്ഞേ. ക്ലിയോ, ഹന്ന, പിന്നെ ജോസ് പോൾ, ശില്പ. പേര് വിളിക്കണല്ലേ. ബാക്കി ആരൊക്കെയാ? രാജു. പോളിന്റെ ബ്രദേഴ്സും ജോയിൻ ചെയ്തോ കേട്ടോ. രണ്ടുപേരും വന്നോളൂ സ്റ്റേജിലേക്ക്. രണ്ടുപേരും പോളിന്റെ ബ്രദേഴ്സ്. പോള് മുത്ത്, പോൾ മുത്ത്. ഓക്കെ. കുക്കു, കുട്ടു, പോൾ ജോൺസൺ, ജോസ് പോൾ. ഏതായാലും ക്ലിയോ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ക്ലിയോ, ജോസ് പോൾ ഒന്നുകൂടി വരൂ. ശില്പ, അമ്പിളി, എല്ലാവരും വന്നോളൂ. ഇത്രയും പേരൂടെ വന്നു. അന്ന, ഇപ്പൊ എല്ലാവരും ഇവിടെ എത്തൂ അല്ലേ? രാജു. എന്ത് പറയുന്നു? സേ സംതിങ് അബൌട്ട് യുവർ ബ്രദർ. സംതിങ് അബൌട്ട് യുവർ ബ്രദർ. എന്തെങ്കിലും ഒന്ന് പറയാമോ? പവറാണ്, ഫുൾ ആക്റ്റീവാണ്, എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവാണ് ആള്. എല്ലാം ഇറങ്ങി തിരിച്ചാൽ ഫുൾ തീർത്തിട്ട് തിരിച്ചു വരും. സ്മേര ജാഗ്രത. ഓക്കെ, എന്ത് പറയുന്നു പോൾ? പവർ ഇന്ന കാര്യത്തിനൊന്നുമില്ല, എല്ലാ കാര്യത്തിലും. ഇപ്പൊ ട്രിപ്പ് പോകാനാണോ ആ ട്രിപ്പ്, ഇപ്പൊ എന്ത് കാര്യമായില്ല, അങ്ങനെ ഇന്ന കാര്യം ഒന്നും സ്പെസിഫൈ ചെയ്ത് പറയാം. സ്മേര, ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞ തെറ്റിപ്പോയി. ഞാൻ വിചാരിച്ചേ അത്രയ്ക്ക് അങ്ങനെ ആക്റ്റീവ് ആവില്ല. എന്നാലും കുഴപ്പമില്ല. പക്ഷെ സത്യമായിട്ട് ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ആൻഡ് എന്ത് പറയുന്നു? പോളിച്ചേട്ടൻ പൊളിയാണ്, പിന്നെ ഞങ്ങളെ ഭയങ്കര കെയറിങ് ആണ്, പിന്നെ എല്ലാത്തിനും ഭയങ്കര മൈൻഡാണ്. ഓക്കെ, അടുത്ത ആരാണ്? ആ ബാക്കിലിരുന്ന ആൾ. കമാൻ, പേരെന്താ? പോളിച്ചേട്ടൻ ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര ലവിങ് ആണ്, ഭയങ്കര സ്വീറ്റാണ് ചേട്ടൻ, ഭയങ്കര ലക്കിയസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഇത്രയും പേരുള്ളതുകൊണ്ട് ഓരോ പോയിന്റ്സ് വെച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ഞങ്ങളുടെ ഏറ്റവും മെച്ചുവേർഡ് ആയിട്ടുള്ള ചേട്ടനാണ് പോളിച്ചേട്ടൻ. ഓരോരുത്തർക്കും ഓരോ പോയിന്റ്സ് ഉള്ളൂ. എന്ത് പറയുന്നു? പോളിച്ചേട്ടൻ ചുമ്മാ പൊളിയല്ലേ? പൊളിയാണ്. പിന്നെ എന്ത് പറയുന്നു? എല്ലാവരും കൂട്ടായിട്ട് എന്ത് പറയുന്നു? അടിപൊളിയാണ്. ഓക്കെ, ആ പുറകെ നിൽക്കുന്നവരൊന്ന് ഫ്രണ്ടിലേക്ക് വന്നേ. VIP ആണ്. ഒന്ന് ഫ്രണ്ടിലേക്ക് വന്ന. പക്ഷേ കൂട്ടത്തിലെ വിനീത് ശ്രീനിവാസൻ. പോളിച്ചേട്ടൻ കട്ടക്കാണ്, കട്ട മൈൻഡാണ്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇത്ര പോരല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനില്ലേ? സ്മീരയുടെ ഫാമിലി തന്നോളൂ. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ പറയാനുള്ളൊരു അവസരത്തിന് വേണ്ടി ഇത്രയും നാളായിട്ട് കാത്തിരിക്കുകയായിരുന്നു. സ്മേര വന്നിട്ട് ഭയങ്കര കെയറിങ് ആണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഡെലിവറി ഡേറ്റിന് മുന്നേ ഹോസ്പിറ്റലിൽ വന്ന ഒരാളാണ്. 3 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഡെലിവറിക്കും സ്മേരയും പോളും ഉണ്ടാവും എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ സ്മേരനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ബാക്കിയുള്ള കസിൻസ് പറയും. ഒരു മിനിറ്റ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. സ്മേരനെ കുറിച്ച് ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ പൊക്കി പറഞ്ഞു. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ ഒറ്റ വാക്കിൽ ഒതുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കുറേ മെമ്മറീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ എല്ലാ കസിൻസൊക്കെ തമ്മിൽ. പ്രത്യേകമായിട്ട് അതിൽ ഒരെണ്ണം ആൻറ്റിയോടാണ്. ആൻറ്റി സ്മേരയ്ക്ക് എപ്പോഴും പൈനാപ്പിൾ ജ്യൂസ് കൊടുക്കണം. അതും ക്യാരറ്റ് ജ്യൂസാണോ? ഓക്കെ, ക്യാരറ്റ് ജ്യൂസ് കൊടുക്കണം. അതും നോ ഷുഗർ നോ ഐസ് ആയിരിക്കണം. ഭയങ്കര ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. പക്ഷേ ഒരു അതെനിക്കിഷ്ടപ്പെട്ടു. ഒരേ കുഴപ്പമുള്ളൂ, ബാക്കിയുള്ളവരും അപ്പോൾ ഒന്ന് കഴിക്കാതിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ നോ ഷുഗർ നോ ഐസ് എന്ന് പറഞ്ഞിട്ട് നിന്റെ പ്ലേറ്റിൽ എന്താ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് അത് പിന്നെ നമുക്കും കഴിക്കാൻ പറ്റില്ല. അതിനേലും ഭേദം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. ഇനി ബാക്കി അതാ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഹോട്ടലിലൊക്കെ പോയി ഓർഡർ ചെയ്യണം. നമ്മളൊക്കെ നല്ല ഗ്രാൻഡായിട്ട് ഓർഡർ ചെയ്യും. അവൾ മാത്രം എനിക്കൊന്നും വേണ്ട, എനിക്ക് ഒരു ക്യാരറ്റ് ജ്യൂസ് നോ ഷുഗർ നോ ഐസ് ആണ്. എൻ്റെ എന്താ പറയുക, ബ്യൂട്ടീഷ്യനോ എന്താ
അതുകൊണ്ട് ഭയങ്കര ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ആൻറ്റീനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അത്. ബാക്കി ഇനി ജോസ് പോൾ പറയും. ചെറുപ്പം തുടങ്ങി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് സ്മേര. ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ നോ ഷുഗർ നോ ഐസാണ് സ്മേരനെ പറ്റി ഓർക്കുമ്പോൾ ഫസ്റ്റ് മൈൻഡിൽ തന്നെ. എവിടെ പോയാലും ക്യാരറ്റ് ജ്യൂസാണ് ആളുടെ മെയിൻ ഫുഡ്. ഹലോ, സ്മേര എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ അവളെ അറിയുന്നതാണ്. നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാണ്, നല്ലോണം ഹെൽപ്പൊക്കെ ചെയ്യും. ബാക്കി എൻ്റെ അനിയൻ പറയും. സ്മേരനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതന്നെ, എപ്പോഴും ഒരു ക്യാരറ്റ് ജ്യൂസും നോ ഐസ് നോ ഷുഗർ. പിന്നെ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. എവിടെ പോവാണെങ്കിലും ഫുള്ള് ഷോളൊക്കെ തലയിലൊക്കെ പൊതിഞ്ഞ്. അത്രേ ഉള്ളൂ പറയാം. സ്മേര നല്ലൊരു ഡാൻസറാണ്, പിന്നെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. എന്ത് പണി ഏൽപ്പിച്ചാലും നല്ല വൃത്തിയായിട്ട് ചെയ്യും. ഓക്കെ, വേണമെങ്കിൽ പോണും സ്മേരയും ഒന്ന് ഇരുന്നോട്ടോ, ആവശ്യത്തിലധികം കിട്ടിയിട്ടുണ്ടല്ലേ. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു ഫസ്റ്റ് കപ്പിൾ ഡാൻസ് അറിയുന്ന പോലെ മതി, നിങ്ങൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല.